ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ എങ്ങനെ പീരിയഡ്സ് ടൈം ഇല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സൈക്കിൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് ഞാൻ എന്തൊക്കെയാണ് ആ ടൈമിൽ ഉപയോഗിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ആക്നെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഓക്കെ, ഇത് ഡോട്ട് ആൻഡ് കീ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് സോറി അങ്ങനെ കാണുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ റിവ്യൂ ആയി പറഞ്ഞിട്ട്. ഇത് വളരെയേറെ പിമ്പിളായിട്ടുള്ള, അതായത് ആക്നെ പ്രോൺ സ്കിന്നിനുള്ള നല്ലൊരു ഫേസ് വാഷാണ്. ഓക്കെ, കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്നതാണ് ഫേസ്. പിമ്പിൾസ് എൻ്റെ ഒരുപാട് കൺട്രോൾ ആയിട്ടുണ്ട് ഈ ഒരു ഫേസ് വാഷിനെ കൊണ്ട്. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത്, ഞാൻ ഉപയോഗിക്കുന്നത് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ എൻ്റെ ഫേസ് ഇതാണ്. ഓക്കെ, ആപ്രിക്കോട്ടിൻ്റെ ആണ്, ഹിമാലയയുടെ ഒരു ഫേസ് സ്ക്രബാണ്. ഓക്കെ, ഇത് ഞാൻ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. മെൻസ്ട്രേഷൻ ടൈമിലും അങ്ങനെ തന്നെയാണ് ഞാൻ. പിന്നെ അന്നത്തെ ഒരു ദിവസം തന്നെ ഞാൻ ഫേസ് മാസ്കും ഇടാറുണ്ട്. ഇത് മാമ അർത്തിൻ്റെ ആണ്, മുൾത്താനി മിറ്റിയുടെ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് എനിക്ക് പിമ്പിൾസ് ആക്നെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫേസ് പാക്കാണിത്. പിന്നെ ആക്നെ പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലേ മാസ്ക്, അതായത് മുൾത്താനി മിട്ടി, സാൻഡ് ഉപയോഗിച്ചിട്ടാണ്, മഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫേസിൻ്റെ ആ ഒരു ഫാറ്റ്നെസ് കുറയ്ക്കും, പിന്നെ ഓയിൽ കൺട്രോൾ ചെയ്യും, ആക്നെ പിമ്പിൾസൊക്കെ കൺട്രോൾ ചെയ്യാൻ, പിന്നെ ചെറുതായി ഇവിടെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഓക്കെ, നിങ്ങൾ മെൻസ്ട്രേഷൻ ടൈമിൽ ഇല്ലെങ്കിൽ റെഗുലർ നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ എന്ന് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യണം. അതായത് ഫേസ് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് വേണം ഒരു ഫേസ് വാഷും പിന്നെ ടോണർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഒരു ഫേസ് മോയ്സ്ചറൈസറും ഉപയോഗിക്കേണ്ടതാണ്. ഇതിലൂടെ ഞങ്ങളുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആവാനും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും സഹായിക്കും, ഒരു ഫ്രഷ്നെസ് കിട്ടും ഫേസിന്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. അപ്പോൾ വേണ്ടാത്ത ഒരു അഴുക്ക് ഫേസിന് ഉള്ള എക്സ്ട്രാ ഓയിലി സെബം അതൊക്കെ ഒന്ന് ഓയിൽ സെക്രീഷനൊക്കെ ഒന്ന് കുറയും ഫേസിൽ. പിന്നെ പൊല്യൂട്ടൻസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ വെളിയിൽ പോയി വന്നിട്ട് ഒരുപാട് പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് അത് ബ്ലാക്ക് ഹെഡ്സ് ഇല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഒരുപാട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വെള്ളം കുടിക്കുന്നതിലൂടെ സഹായിക്കും. പിന്നെ നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസസും എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, വാട്ടർ മെലൺ എടുക്കാം, പിന്നെ മൂസമ്പി എടുക്കാം, ഓറഞ്ച് ജ്യൂസ് എടുക്കാം. ഇതൊക്കെ ഒരു വിറ്റമിൻ സി കണ്ടൻറ്റുള്ള ഒന്നാണ്. അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ ഞങ്ങളുടെ ഫേസിന് വിറ്റമിൻ സി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, അത് യൂസ് ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ സ്കിൻ എത്ര നന്നായിട്ടുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയും. പിന്നെ ഇതിലൂടെ പോമഗ്രനേറ്റും കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നല്ല ഒരു
ഗ്ലോയിങ് കിട്ടാനും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. പിന്നെ സെൽസൊക്കെ ഫ്രഷ് ആയിട്ടുണ്ടാവും ഞങ്ങളുടെ സ്കിന്നിലത്തെ. അപ്പം നാച്ചുറലായിട്ടുള്ള ഞങ്ങൾക്കൊരു സ്കിൻ കളർ എന്ന് പറയുന്നത് അത് ഗ്ലോയിങ് ആയിട്ട് സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഇരിക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, ഈ റുട്ടീൻസൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ആഡ് ഓണും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റെഗുലർ സ്കിൻ കെയർ റുട്ടീനും ഹെയർ കെയർ റുട്ടീനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഹെയർ കെയർ റുട്ടീന് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ പീരിയഡ് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ ഒരുപാട് റെസ്റ്റ് എടുക്കാനും ശ്രമിക്കുക. പിന്നെ ഒരുപാടൊന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണോ അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ജോലി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയേണ്ടത് ഉള്ളത്. പിന്നെ നിങ്ങൾ ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. ഈ ഒരു വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആർക്കൊക്കെ ആവുന്നോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. സോ ദാറ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈൽ ആദ്യമായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.